93% MBA ഗ്രാജുവേറ്റ്സിന് ഇന്ന് മികച്ച ജോലി ലഭിക്കുന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 റീസൺസ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ വരേണ്ട മാറ്റങ്ങളാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ആവശ്യമായ സ്കിൽ സെറ്റുകൾ ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മാനേജ്മെന്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലായാലും അവർക്ക് കഴിവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലും മാനേജ്മെന്റ് മേഖലയിലേക്കുള്ള കാൻഡിഡേറ്റ്സിനെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇത്രയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കമ്പനീസിന് വേണ്ടത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭിക്കാതെ പോകുന്നത്? കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആയിരിക്കും നമ്മുടെ കാൻഡിഡേറ്റ്സ് ചെയ്യാറുള്ളത്. അവരതുവഴി ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 1 or 2 മേഖലയിലുള്ള സ്പെഷ്യലൈസേഷൻ മാത്രമായിരിക്കും അവർ പഠിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ പഠിച്ചത് കൊണ്ട് ഇന്നത്തെ കാലത്ത് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് കമ്പനീസ് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാൻഡിഡേറ്റ്സിനെ എത്തുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഇത്രയധികം 93% ജോലി ഇല്ലായ്മ നമ്മുടെ നാട്ടിൽ വരാനുള്ള കാരണം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് നമ്മുടെ കാൻഡിഡേറ്റ്സുകൾ മാറുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട കാലഘട്ടം എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം ചേഞ്ച് ആയിട്ടില്ല. ഇന്ന് ഒരുപാട് ഇന്റർനാഷണൽ പ്രോഗ്രാംസ്, ABA പോലുള്ള ഇന്റർനാഷണൽ പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ പ്രോഗ്രാംസിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള ABA പ്രോഗ്രാംസ് ഒക്കെ വഴിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരേ സമയം തന്നെ വർഷങ്ങളോളം വേസ്റ്റ് ആക്കാതെ തന്നെ അവർക്ക് ഏകദേശം 6 മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കഴിവ് തെളിയിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 6 മേഖല അവർക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ HR മാനേജ്മെന്റ് ആയിക്കോട്ടെ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഫിനാൻസ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആയിക്കോട്ടെ, ലീഡർഷിപ്പ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ആയിക്കോട്ടെ, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം പഠിച്ചിട്ടാണ് ABA പോലുള്ള മാനേജ്മെന്റ് പ്രോഗ്രാംസ് പഠിച്ചിറങ്ങി വരുന്ന കാൻഡിഡേറ്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും 2 വർഷങ്ങളോളം ട്രഡീഷണൽ പ്രോഗ്രാം പഠിച്ച കാൻഡിഡേറ്റ്സിനെ ആയിരിക്കുമോ ഇനിയുള്ള വർഷങ്ങളിൽ കമ്പനീസ് ചൂസ് ചെയ്യുക? അതോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിച്ചിട്ടുള്ള അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ABA പോലുള്ള പ്രോഗ്രാംസ് പഠിച്ച കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും? ഒന്ന് മാറ്റി ചിന്തിക്കുക, എത്രയും നല്ലതാണ്. കാരണം ട്രഡീഷണൽ പിന്നാലെ പോകുന്ന കാൻഡിഡേറ്റ്സ് ഇപ്പോഴും ഉണ്ട്. ആ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മുടെ തൊഴിലില്ലായ്മ ഒരുപാട് ഹൈ ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്താണ് കാലഘട്ടം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ കമ്പനീസ് എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിലേക്ക് സ്കിൽ സെറ്റുകൾ മാറ്റിയെടുക്കുക. കാരണം ഇന്ന് AI കാലഘട്ടമാണ്. അപ്പൊ AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ മനസ്സിലാക്കി PGDM പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കരിയർ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറമേയും നല്ല രീതിയിലേക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും.